എല്ലാവർക്കും നമസ്കാരം. ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. എനിക്ക് പലപ്പോഴും ഈ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് അതിന് തൊട്ട് മുന്നിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റി നോക്കുമ്പോൾ അത് ബ്ലോക്ക് ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സംവിധാനമാണെന്ന് തോന്നും. കാരണം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു സ്ഥിതിയും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട്. ഞാൻ ഈ പുതിയ ഭരണസമിതി നടത്തിയ വികസനത്തെ പറ്റിയുള്ള പറയുന്നത് അവർ തുടങ്ങിയിട്ടുള്ളൂ. ഇതിക്ക് മുൻപുള്ള ഭരണസമിതികൾ അതിപ്പോൾ UDF ആയിരുന്നാലും LDF ആയിരുന്നാലും ചെയ്തേക്കുന്ന ഓരോ സംഭവങ്ങളും പണിതിട്ടാണ് ഓരോ കെട്ടിടങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇതൊക്കെ പണിതിട്ടേക്കണമെന്ന് അറിയില്ല. ഇതാ മേലൂർ കൂവക്കാട്ടുകുന്നിൽ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണ് അത് പണിതിട്ടാണെന്ന് ഒരു പിടിപാടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് എന്തെന്നറിയോ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നിങ്ങൾ കയറിച്ചില്ല, പ്രധാന കവാടത്തിക്കൂടെ അതിൻ്റെ ഇടതുവശത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ ഒരു കാര്യാലയമാണോ ഓഫീസാണോ ഒരു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആരും അറിയാണ്ട് വളരെ താത്വികപരമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു കെട്ടിടമാണ് നിങ്ങൾ കാണുന്നത്. ഉദ്ഘാടന മാമാങ്കങ്ങളാണ്. LDF നും UDF നും വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഉദ്ഘാടന മാമാങ്കം നടക്കണം. അതിൻ്റെ ഇടയിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഉദ്ഘാടന മാമാങ്കം നടന്നത്. നമ്മുടെ സനീഷ് കുമാർ ജോസഫ് MLA ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ബലൂൺ സാധനമൊക്കെ കെട്ടി ഒരു കെട്ടിടം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കമ്പി സാധനങ്ങളൊക്കെ ഇപ്പോഴും മര്യാദയ്ക്ക് ചെയ്ത് തീർത്തിട്ടില്ലേ. അപ്പോൾ ഞാനിത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് 3 പദ്ധതികളുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞത് ഒരു പ്രൊജക്ടിന്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞാന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെയുള്ള ഒരു ഉദ്ഘാടനം കണ്ടിട്ടുള്ളത് എവിടെയെന്ന് അറിയോ, നമ്മുടെ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനമായിരുന്നു. എന്തോ ഓരോ ഉദ്ഘാടനങ്ങളായിരുന്നു അവിടെ നടന്നതെന്നറിയോ. അതുപോലെ നമ്മുടെ നോർത്ത് ബസ് സ്റ്റാൻഡ് ഇത്യാദി ഉദ്ഘാടനങ്ങളൊക്കെ നടക്കും. ചാലക്കുടിയിൽ ഇതൊരു പുതുമയല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ. നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ 50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. എവിടെയാണ് ഇതിന്റെ പ്രവർത്തനമായിട്ടുള്ളത്? എന്ത് ഉദ്ഘാടനമാണ്? ആളുകളെ കൊഞ്ഞനം കുത്തി ഈ വക പരിപാടി നടത്തുന്ന മണമണാപ്പന്മാരും കൊണകൊണാപ്പന്മാരും, അങ്ങനെ തന്നെയാണ് എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ എന്ത് പരിപാടികളാണ്? ആളുകളെ പൊട്ടന്മാരാക്കാം, തനി പൊട്ടന്മാരാക്കാം. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യത്തിലേക്ക് കയറാം. ഇടതുവശത്ത് ഒരു ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞ സംഭവം കിടക്കുന്നുണ്ട്. 50 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ മാതിരി 3 പദ്ധതികളിൽ ഒന്നാണിത്. ഒരു പദ്ധതി പൂർത്തിയായ സംഭവമാണ് നിങ്ങളെ കാണുന്നത്. ഒരു പട്ടികൂട് പോലത്തെ ഒരു സംഭവം, 50 ലക്ഷം രൂപയുടെ പദ്ധതി. ബാക്കിയുള്ളത് ഇതിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ആളുകൾ അങ്ങനെ പറ്റിക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തുകൂടെ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണി പൂർത്തിയായി ഭംഗിയായിട്ട് ഈ സാധനം ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലുള്ള പൊട്ടന്മാരാക്കണ പരിപാടികൾ അവസാനിപ്പിക്കുക. ഇനി ബ്ലോക്ക് പഞ്ചായത്തിന് ഉദ്ഘാടനം ചെയ്തിട്ട് സാധനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഞാനൊരു ഇതിനെ പഞ്ചായത്ത് നമ്മുടെ മണ്ടിക്കുന്നിലേക്ക് പോകുമ്പോഴേ, മുരിങ്ങൂര് മണ്ടിക്കുന്നിലേക്ക് പോകുമ്പോൾ അവിടെ അംഗൻവാടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബഡ്സ് സെന്റർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ഭിന്നശേഷി കുട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തോരം ഉള്ളിലിരിക്കണമെന്ന് അറിയോ? അത് തുറന്നിട്ട് എത്ര നാളായി എന്നറിയാം. ആ സാധനം എന്തിനാണ് ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് ഈ കെട്ടിടങ്ങൾ മുഴുവൻ പണിതിട്ടുണ്ട്? ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിയിലെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു വികസന സംവിധാനമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇവർ പണിതിട്ടേക്കണ കെട്ടിടങ്ങളില്ലേ, അത് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ വികസന മുരടിപ്പ് ഇവിടെ നടക്കണമെന്ന് അറിയും. ഇത് ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരെ മാത്രം പറയുന്നതല്ല കേട്ടോ. എല്ലാ ഭരണ സംവിധാനങ്ങളുള്ള സമയത്തും അതൊക്കെ തന്നെ LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഈ ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനം കുറെ കെട്ടിടങ്ങൾ പറഞ്ഞാൽ കുറെ സംഭവങ്ങൾ പണിത് കൂടാ. ഇത് തന്നെ പരിപാടി. ഇപ്പൊ അതേ ഒരു ഉദ്ഘാടനം മാമാങ്കം, ചാലക്കുടിക്കാരെ അറിയാതെ പോയിട്ടുള്ള ഉദ്ഘാടനം. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ആർച്ചൊക്കെ വെച്ചേക്കണ അവശിഷ്ടങ്ങളൊക്കെ അതുണ്ട്. ബലൂണൊക്കെ കെട്ടിത്തൂക്കി, എൻ്റെ ബലൂണൊക്കെ കെട്ടിത്തൂക്കി വികസനം നടത്താൻ പറ്റിയ ഒരു ഉദ്ഘാടനം. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കൽ പരിപാടി? നിങ്ങൾ ദയവ് ചെയ്ത് ആ ബഡ്സ് സെന്റർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് പണിത് വെച്ചാൽ ബഡ്സ് സെന്റർ, ആ ബഡ്സ് സെന്ററിന്റെ അകത്തുള്ള സാധനങ്ങൾ ഭിന്നശേഷി കുട്ടികൾക്ക് ഉപകരിക്കാവുന്ന സാധനങ്ങളാണ് അതിന്റെ അകത്ത് വെച്ച് പൂട്ടിയിട്ടിരിക്കുന്നത്. എന്തിനാണ് ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്? ഇങ്ങനെ കുറെ കെട്ടിടങ്ങൾ പണിത് തീർക്കാനുള്ള സംഭവം. നിങ്ങൾ ഇനി അടുത്ത ബജറ്റിൽ ഫണ്ട് വെക്കണമെങ്കിൽ നിലവിലുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, എന്നിട്ട് നിങ്ങൾ തുടങ്ങും. ഞാനിത് ആരെയും ഇത് പറയേണ്ടതല്ല. നമ്മളൊരു ഉദ്ഘാടനമൊക്കെ നടത്തുമ്പോഴല്ലേ നമുക്ക് തന്നെ ഒരു നാണം വേണം. മനസ്സിലായിണ്ടോ? ഈ ഇത് ഈ മുറിക്കാൻ പറ്റുന്ന ആൾക്കുണ്ടല്ല, ആൾക്കൊരു നാണം വരണം. എല്ലാം വന്നിട്ട് ഉദ്ഘാടനം ചെയ്യലല്ലേ. ഇപ്പൊ ചില മന്ത്രിമാരൊക്കെ വന്നിട്ട് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഈ ഫ്ലൈ ഓവറിന്റെ അടിയിലുള്ള നാട മുറിക്കാൻ വേണ്ടി പോണതും പശുവിനെ കൈമാറ്റം ചെയ്യണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഉദ്ഘാടന പരിപാടികൾക്ക് വേണ്ടി പോണ ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടത്തുന്ന ആളുകൾ അവരെ അപമാനിക്കാതിരിക്കാനായിട്ടുള്ള കാര്യം കൂടി ചെയ്യണമെന്ന് മാത്രം പറയുന്നു. ഇലക്ഷൻ അല്ലേ പറയുന്നത്. ചിന്തിക്കേണ്ടവർ ചിന്തിച്ചില്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു പറഞ്ഞെങ്ങനെ സൂചിപ്പിക്കണ്ടേ.